ദ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആധുനിക സമൂഹത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചാണ്. സോഷ്യലിസവും മുതലാളിത്തവും. വ്യക്തിസ്വാതന്ത്ര്യം, സാമൂഹിക സമത്വം, പിന്നെ സാമ്പത്തിക പുരോഗതി, ഇതൊക്കെ ഉറപ്പാക്കുന്നതിൽ ഏത് സംവിധാനമാണ് കൂടുതൽ മെച്ചം? ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഈ വിഷയത്തിൽ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുതലാളിത്തം അതിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ തന്നെ അസ്ഥിരവും അസമത്വം വളർത്തുന്നതും ഒരു തരത്തിൽ ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അതുകൊണ്ട് തൊഴിലാളികൾക്ക് അധികാരം നൽകുന്ന ഒരു സോഷ്യലിസ്റ്റ് ബദലാണ് നമുക്കാവശ്യമെന്നും ഞാൻ വാദിക്കും. ഞാനിതിനെ മറ്റൊരു കോണിൽ നിന്നാണ് കാണുന്നത്. അതായത് മുതലാളിത്തത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് സംഘടിക്കാനും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനുമൊക്കെ സാധിക്കും. എന്നാൽ സർക്കാർ മുൻകൈയെടുത്ത് ഒരു സോഷ്യലിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക വളർച്ചയെയും ഒരുപോലെ തകർക്കുമെന്നാണ് എന്റെ നിലപാട്. ഓക്കെ, അപ്പോ എന്റെ വാദം തുടങ്ങാം. മുതലാളിത്തം അതിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് വിപ്ലവകാലത്ത് വലിയ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അതൊന്നും പൂർണ്ണമായി പാലിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി കാണാം. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ സിസ്റ്റത്തിന്റെ ഒരു സഹജമായ അസ്ഥിരതയാണ്. ഏകദേശം ഓരോ 4 മുതൽ 7 വർഷം കൂടുമ്പോഴും മുതലാളിത്ത ലോകം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് താഴേക്ക് കൂപ്പുകുത്തുന്നു. ഇതൊരു പ്രകൃതി ദുരന്തം പോലെയല്ല, മറിച്ച് ഈ സിസ്റ്റത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഓരോ തവണയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലിയും സമ്പാദ്യവും അവരുടെ സ്വപ്നങ്ങളുമാണ് ഇല്ലാതാകുന്നത്. രണ്ടാമത്തെ പ്രശ്നം അത് സൃഷ്ടിക്കുന്ന ഭീകരമായ അസമത്വമാണ്. ഓക്സ്ഫാം പോലുള്ള സംഘടനയുടെ കണക്കുകൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ധനികരായ ഒരു 100-ൽ താഴെ ആളുകളുടെ കയ്യിലുള്ള സമ്പത്ത് ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന 350 കോടി ആളുകളുടെ മൊത്തം സമ്പത്തിനേക്കാൾ കൂടുതലാണ്. ഇതിനെയാണോ നമ്മൾ പുരോഗതി എന്ന് വിളിക്കേണ്ടത്? മൂന്നാമത്തേതും ഒരുപക്ഷെ ഏറ്റവും ഗൗരവമേറിയതുമായ പ്രശ്നം ജനാധിപത്യത്തിന്റെ അഭാവമാണ്. രാഷ്ട്രീയത്തിൽ പണത്തിന്റെ സ്വാധീനം ഒരു വശത്ത്, അതിനേക്കാൾ പ്രധാനമായി നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിക്കുന്ന ജോലിസ്ഥലങ്ങളിൽ ജനാധിപത്യമെന്നൊന്നും ഇല്ല എന്നതാണ് സത്യം. ഉടമസ്ഥരും വിരലിലെണ്ണാവുന്ന മാനേജർമാരും ചേർന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, ലാഭം എന്തു ചെയ്യണം എന്നതിലൊന്നും അവിടെ പണിയെടുക്കുന്നവർക്ക് ഒരു വാക്കുപോലുമില്ല. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യലിസം അത് സോവിയറ്റ് യൂണിയൻ മാതൃകയിലുള്ള സർക്കാർ നിയന്ത്രിത സോഷ്യലിസമല്ല, മറിച്ച് ജോലിസ്ഥലങ്ങളെ ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് അതിന്റെ കാതൽ. തൊഴിലാളികൾ തന്നെ ഉടമകളും നടത്തിപ്പുകാരുമാകുന്ന ഒരു സംവിധാനം, അതാണ് ലക്ഷ്യം. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം അത് കേൾക്കാൻ വളരെ ആകർഷകമാണ്. പക്ഷേ ഇതൊരു പ്രായോഗികമല്ലാത്ത ഒരു ഉട്ടോപ്യൻ സങ്കല്പമാണ്. നിങ്ങൾ പറയുന്ന ഈ പുതിയ സോഷ്യലിസം അത് ഇന്നുവരെ ലോകത്തൊരിടത്തും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയായി നിലനിന്നിട്ടില്ല. നിങ്ങൾ ഉദാഹരണമായി പറയുന്ന തൊഴിലാളി സഹകരണ സംഘങ്ങൾ അത് മുതലാളിത്തത്തിനൊരു ബദലല്ല, മറിച്ച് മുതലാളിത്തത്തിനുള്ളിൽ സാധ്യമാവുന്ന ആയിരക്കണക്കിന് ഓപ്ഷനുകളിൽ ഒന്നുമാത്രമാണ്. സ്വകാര്യ സ്വത്തവകാശത്തെ അംഗീകരിക്കുന്ന ഒരു കമ്പോള വ്യവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും ഒരു സഹകരണ സംഘം തുടങ്ങാം. അതിന് നിയമപരമായ ഒരു തടസ്സവുമില്ല. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ടാണ് അത്തരം സംരംഭങ്ങൾ വളരെ വിരളമായി മാത്രം കാണപ്പെടുന്നത് എന്നതാണ്. അതിന്റെ ഉത്തരം തൊഴിലാളികൾക്ക് താൽപ്പര്യമില്ല എന്ന് പറയുന്നത്ര ലളിതമല്ല. വലിയ രീതിയിലുള്ള മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, വിപണിയിലെ കടുത്ത മത്സരത്തെ അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ റിസ്ക് എടുക്കാനുള്ള വ്യക്തികളുടെ വൈമനസ്യം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അമേരിക്കയിലെ തൊഴിലാളി യൂണിയനുകളുടെ കയ്യിൽ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ പെൻഷൻ ഫണ്ടുകളുണ്ട്. അവർ വിചാരിച്ചാൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളെ വിലക്കുവാങ്ങാൻ സാധിക്കും. എന്നിട്ടും എന്തുകൊണ്ടവർ അത് ചെയ്യുന്നില്ല? കാരണം ഒരു ബിസിനസ് നടത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സംവിധാനം രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെങ്കിൽ സർക്കാർ നിയമം മൂലം അത് അടിച്ചേൽപ്പിക്കേണ്ടി വരും. അത് താഴെത്തട്ടിൽ നിന്നുള്ള മാറ്റമല്ല, മുകളിൽ നിന്നുള്ള ഏകാധിപത്യമാണ്. അത് വ്യക്തികളുടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും. നിങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരടിസ്ഥാനപരമായ കാര്യം വിട്ടുപോകുന്നുണ്ട്.
മുതലാളിത്തത്തിലെ ഓരോ സ്ഥാപനവും അതൊരു ജനാധിപത്യ വിരുദ്ധമായ ചെറിയ രാജ്യത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പൗരനെന്ന നിലയിൽ നമുക്ക് രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. എന്നാൽ ഒരു തൊഴിലാളി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ജോലിസ്ഥലത്ത് നമുക്കൊരു അവകാശവുമില്ല. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എവിടെ ഉൽപ്പാദിപ്പിക്കണം, കിട്ടുന്ന ലാഭം എന്തു ചെയ്യണം, ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാൻ പോലും തൊഴിലാളിക്ക് സാധിക്കുന്നില്ല. മുതിർന്നൊരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ 1/3 സമയം ചെലവഴിക്കുന്ന ഒരിടത്ത് ജനാധിപത്യമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് ജനാധിപത്യമുള്ളത്? രാഷ്ട്രീയത്തിലെ വോട്ടവകാശം മാത്രം മതിയോ യഥാർത്ഥ ജനാധിപത്യത്തിന്? നിങ്ങളീ പറയുന്ന ജോലിസ്ഥലത്തെ ജനാധിപത്യം എന്ന ആശയത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. എല്ലാ തീരുമാനങ്ങളും ഭൂരിപക്ഷ വോട്ടിന് വിട്ടാൽ അവിടെ ഭൂരിപക്ഷത്തിന്റെ സ്വേച്ഛാധിപത്യം, അതായത് ടിറനി ഓഫ് ദി മെജോറിറ്റി, ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കൊരു ഉദാഹരണമെടുക്കാം. ഒരു പുസ്തക പ്രസാധക സഹകരണ സംഘമാണെന്ന് കരുതുക. ഭൂരിപക്ഷം തൊഴിലാളികളും ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണമുള്ളവരാണ്. ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ ഭൂരിപക്ഷത്തിനിഷ്ടമില്ലാത്ത വിവാദപരമായൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? ഭൂരിപക്ഷ വോട്ട് അതിനെതിരെയായിരിക്കും. ആ പുസ്തകം ഒരിക്കലും വെളിച്ചം കാണില്ല. മുതലാളിത്തത്തിൽ എന്താണ് സംഭവിക്കുക? ആ വ്യക്തിക്ക് അവിടെ നിന്ന് രാജിവെച്ച് സ്വന്തമായി പണം കണ്ടെത്തി ഒരു പുതിയ പ്രസാധക കമ്പനി തുടങ്ങാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസാധകരെ സമീപിക്കാം. അതായത് സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് ന്യൂനപക്ഷ താൽപ്പര്യങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും സംരക്ഷിക്കപ്പെടുന്നത്. ഗർഭനിരോധന ഉറകൾ പോലുള്ള ഒരു ഉൽപ്പന്നം ഭൂരിപക്ഷം തൊഴിലാളികൾക്ക് ധാർമ്മികമായി അതിനോട് യോജിപ്പില്ലെങ്കിൽ അതിന്റെ ഉൽപ്പാദനം നിർത്തിവെക്കുമോ? അപ്പോൾ വ്യക്തിസ്വാതന്ത്ര്യത്തിന് എന്ത് വിലയാണുള്ളത്? നിങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ സ്വേച്ഛാധിപത്യമെന്ന ആശയം പ്രസക്തമാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന മുതലാളിത്തത്തിലെ വ്യക്തിസ്വാതന്ത്ര്യം അത് ആർക്കാണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്? ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വാതന്ത്ര്യമല്ലേ ഒറ്റയടിക്ക് ഇല്ലാതാകുന്നത്? സ്വന്തം കുഴപ്പം കൊണ്ടല്ലാതെ ജോലി നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഏത് സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്? ഭൂരിപക്ഷത്തിന് ഇഷ്ടമില്ലാത്തൊരു പുസ്തകമിറക്കാൻ സാധിക്കാത്തതാണോ? അതോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതാകുന്നതാണോ വലിയ ദുരന്തം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ മുതലാളിത്തത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. അത് വ്യവസ്ഥിതിയുടെ തന്നെ ഭാഗമാണ്. എന്നാൽ തൊഴിലാളികൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നൊരു ജനാധിപത്യപരമായ സ്ഥാപനത്തിൽ ഇത്തരം തകർച്ചകളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. കാരണം കൂട്ടായ തീരുമാനങ്ങൾ കൂടുതൽ ദീർഘവീക്ഷണമുള്ളതായിരിക്കും. സ്വന്തം ജോലി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള റിസ്കുകൾ എടുക്കാൻ അവർ തയ്യാറായില്ല. ആ വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണം യഥാർത്ഥ മുതലാളിത്തമല്ല, മറിച്ച് സർക്കാർ ഇടപെടലുകളാണ്. അതിനെ ക്രോണി ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ശരി. അതായത് രാഷ്ട്രീയ സ്വാധീനമുള്ള വലിയ കമ്പനികൾക്ക് വേണ്ടി സർക്കാർ നിയമങ്ങളിൽ ഇളവ് വരുത്തുകയും അവർക്ക് നികുതി ഇളവുകൾ നൽകുകയും ചെറുകിട സംരംഭങ്ങളെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ഇതൊരു യഥാർത്ഥ സ്വതന്ത്ര വിപണിയല്ല. നിങ്ങൾ പറയുന്നതുപോലെ തൊഴിലാളികൾ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല എന്നത് അതുതന്നെയാണ് ആ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോസഫ് ഷുംപീറ്റർ അതിനെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് വിളിച്ചു. അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ പഴയ വ്യവസായങ്ങൾ തകരും, പക്ഷെ അത് മൊത്തത്തിൽ സമൂഹത്തിന് ഗുണകരമാകും. നമുക്ക് സ്മാർട്ട് ഫോണിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. സ്മാർട്ട് ഫോൺ വന്നപ്പോൾ സാധാരണ ക്യാമറ, ടോർച്ച്, കാൽക്കുലേറ്റർ, അലാറം ക്ലോക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതൊരു തൊഴിലാളി സഹകരണ സംഘത്തിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാമറ ഡിപ്പാർട്ട്മെന്റിലെയും ടോർച്ച് ഡിപ്പാർട്ട്മെന്റിലെയും തൊഴിലാളികൾ ഭൂരിപക്ഷം വോട്ട് ചെയ്ത് സ്മാർട്ട് ഫോൺ എന്ന ആശയത്തെ പരാജയപ്പെടുത്തില്ലേ? സ്വന്തം ജോലി നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന തൊഴിലാളികൾ അത്തരം വിപ്ലവകരമായ മാറ്റങ്ങളെ എപ്പോഴും എതിർക്കും. ഫലമോ? സമൂഹം സാങ്കേതികമായി പിന്നോട്ടുപോകും. കാലത്ത് ഏറ്റവും കാര്യക്ഷമമായ വ്യവസ്ഥകളായിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ മുതലാളിത്തവും മനുഷ്യപുരോഗതിയുടെ ഒരു ഘടം മാത്രമാണ്. അത് ശാശ്വതമല്ല. മുൻകാല സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ സോഷ്യലിസം രൂപപ്പെടുന്നത്. നിങ്ങൾ സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയുമൊക്കെ കാര്യം പറയുമായിരിക്കും. എന്നാൽ അവിടത്തേത് യഥാർത്ഥ സോഷ്യലിസം അല്ല, മറിച്ച് സ്റ്റേറ്റ് ക്യാപിറ്റലിസമായിരുന്നു.
അതായത് ഉൽപ്പാദന ഉപാധികളുടെ ഉടമസ്ഥാവകാശം തൊഴിലാളികൾക്കായിരുന്നില്ല, മറിച്ച് ഭരണകൂടത്തിനായിരുന്നു. ഭരണകൂടം ഒരു വലിയ കോർപ്പറേഷനെ പോലെ പ്രവർത്തിച്ചു. തൊഴിലാളികൾ പഴയതുപോലെ അടിമകളായി തുടർന്നു. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതല്ല, തൊഴിലാളികൾക്ക് നേരിട്ട് അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. ഇതിന് പ്രായോഗികമായ മാതൃകകൾ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. സ്പെയിനിലെ മോൺഡ്രാഗോൺ കോർപ്പറേഷൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 1956 ഒരു പുരോഹിതനും 6 തൊഴിലാളികളും ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ സ്റ്റൗ നിർമ്മാണ യൂണിറ്റായിരുന്നു അത്. ഇന്നത് 1,00,000-ലധികം തൊഴിലാളികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ ശൃംഖലയാണ്. സ്പെയിനിലെ 7ാമത്തെ വലിയ കോർപ്പറേഷനാണത്. അവർക്ക് സ്വന്തമായി ബാങ്കുകൾ, സർവകലാശാലകൾ, ഇൻഷുറൻസ് കമ്പനികൾ, സൂപ്പർ മാർക്കറ്റുകൾ എല്ലാമുണ്ട്. ജനറൽ മോട്ടോഴ്സ്, മൈക്രോസോഫ്റ്റ് പോലുള്ള ഭീമൻ കമ്പനികൾ പോലും അവരുടെ സംഘടനാ രീതി പഠിക്കാൻ ശാസ്ത്രജ്ഞരെ അങ്ങോട്ട് അയക്കുന്നു. ഇതൊരു പക്ഷെ ഒറ്റപ്പെട്ട ഉദാഹരണമായിരിക്കാം, പക്ഷേ ഇത് സാധ്യമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? നിങ്ങൾ മോൺട്രാഗോണിന്റെ കാര്യം എടുത്തു കാണിച്ചത് നന്നായി. അതൊരു മികച്ച സ്ഥാപനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. മോൺട്രാഗോൺ വളർന്നുവന്നത് സ്പെയിനിലെ ബാസ്ക് എന്ന പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലത്തിലാണ്. ഫ്രാങ്കോയുടെ ഏകാധിപത്യ ഭരണത്തിൻ കീഴിൽ തങ്ങളുടെ സാംസ്കാരിക സ്വത്വം നിലനിർത്താനുള്ള ഒരു മാർഗമായിട്ടുകൂടിയാണ് അവർ സഹകരണ സംഘങ്ങളെ കണ്ടത്. ആ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം അത് ലോകത്തെല്ലായിടത്തും ഒരുപോലെയല്ല. അതുകൊണ്ടുതന്നെ മോൺട്രാഗോൺ മാതൃക അതേപടി മറ്റൊരിടത്ത് പകർത്തിവയ്ക്കാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ പഴയ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് വിളിച്ച് തള്ളിക്കളയുന്നത് അതത്ര ശരിയല്ല. ആ പരീക്ഷണങ്ങളെല്ലാം നടന്നത് സോഷ്യലിസത്തിന്റെ പേരിൽ തന്നെയാണ്. സ്വകാര്യ സ്വത്തവകാശം എടുത്തുകളഞ്ഞ് ഉൽപ്പാദനത്തെ കേന്ദ്രീകൃതമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചതിന്റെ ഫലം അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണമായിരുന്നു. സോവിയറ്റ് യൂണിയനിലും ചൈനയിലും കംബോഡിയയിലും സ്വന്തം ഭരണകൂടങ്ങൾ പട്ടിണിക്കിട്ടും വെടിവെച്ചും കൊന്നൊടുക്കിയ സാധാരണക്കാരുടെ എണ്ണം ഭീകരമാണ്. ചരിത്രപരമായ യാഥാർത്ഥ്യത്തെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. മോൺട്രാഗോൺ പോലുള്ളവ സ്വതന്ത്രമായി വളർന്നു വരട്ടെ, മുതലാളിത്തം അതിന് അവസരമൊരുക്കുന്നുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും ആ രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ നിയമം കൊണ്ടുവരുന്നത് അത് മറ്റൊരു ദുരന്തത്തിലേക്കുള്ള വഴിയായിരിക്കും. ഇതിന്റെ അവസാനത്തെ വാദം ഇതാണ്: ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ജോലിസ്ഥലങ്ങളെ ജനാധിപത്യവൽക്കരിക്കാതെ നമ്മളിന്ന് നേരിടുന്ന സാമ്പത്തിക അസമത്വമോ ഈ ചാക്രികമായ സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ശോഷണമോ ഒന്നും പരിഹരിക്കാനാവില്ല. പ്രശ്നം സർക്കാരിന്റെ അമിതമായ ഇടപെടലോ കുറഞ്ഞ ഇടപെടലോ അല്ല, മറിച്ച് സാമ്പത്തിക അധികാരം ആരുടെ കയ്യിലാണ് എന്നതാണ്. അത് കുറച്ച് ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം അത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികളുടെ കൂട്ടായ അധികാരത്തിന് കീഴിൽ വരണം. ഇതാണ് യഥാർത്ഥ സാമ്പത്തിക ജനാധിപത്യം. മനുഷ്യൻ അടിമത്തത്തിൽ നിന്നും ഫ്യൂഡലിസത്തിൽ നിന്നും മുന്നോട്ടു പോയതുപോലെ മുതലാളിത്തത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. മുതലാളിത്തത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം സർക്കാർ നടത്തുന്ന ക്രോണിക് ക്യാപിറ്റലിസമാണ്, അല്ലാതെ മുതലാളിത്തം എന്ന ആശയമല്ല. ഇതിന് പരിഹാരം കൂടുതൽ വിപണി സ്വാതന്ത്ര്യമാണ്, കൂടുതൽ സർക്കാർ നിയന്ത്രണമല്ല. തൊഴിലാളി സഹകരണ സംഘങ്ങൾ ഒരു നല്ല സാധ്യതയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലൂടെ ജൈവമായി വളർന്നു വരേണ്ട ഒന്നാണ്, അല്ലാതെ നിയമം മൂലം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. സ്വകാര്യ സ്വത്തവകാശവും സംരംഭകത്വത്തിനുള്ള സ്വാതന്ത്ര്യവുമാണ് ഒരു സ്വതന്ത്ര സമൂഹത്തിന്റെ അടിത്തറ. അത് നശിപ്പിച്ചാൽ സാമ്പത്തിക പുരോഗതി മാത്രമല്ല, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം കൂടിയാണില്ലാതാകുന്നത്. ചരിത്രം നൽകുന്ന പാഠമതാണ്. മുതലാളിത്തത്തിലെ അസ്ഥിരതയും അസമത്വവും അതിന്റെ സഹജമായ സ്വഭാവമാണോ അതോ സർക്കാർ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്നതാണോ എന്നും, ജോലിസ്ഥലങ്ങളിലെ ജനാധിപത്യം ഒരു സ്വപ്നം മാത്രമാണോ അതോ പ്രായോഗികമായ ബദലാണോ എന്നുമുള്ള ഈ ചോദ്യങ്ങൾ അതെ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഒരു വശത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും നൂതനാശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം, മറുവശത്ത് കൂടുതൽ സമത്വവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുന്ന ഒന്ന്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ അത്യാവശ്യമാണ്. ശരിയായ ഉത്തരം ഒരുപക്ഷെ ഈ രണ്ടാശയങ്ങളുടെയും ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കാം.